Next problem is problem number ഇട്ടിട്ടില്ല. An example from this: a laminated teeth of armature steel in an electrical machine. A laminated teeth of armature steel in an electrical machine is 30 mm long and has a tapered ആയിട്ട് such that maximum width is 1.4 times the minimum width. ടീത്തിൻ്റെ ഡയമെൻഷൻസ് പറയാം. മാക്സിമം വിഡ്ത്ത്, അതായത് അതിൻ്റെ റൂട്ടിലെ അത് 1.4 times the minimum width. Estimate the MMF required for a mean flux density of 1.9 Weber per meter square in this teeth. അപ്പോൾ ടീത്തിലെ ആ ടൂത്ത് പോർഷനിലെ മീൻ ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. യൂസ് സിംപ്സൺസ് റൂൾ. The BAT curve for the material of tooth is as follows. അപ്പോൾ ഇത് ഫ്ലക്സ് ഡെൻസിറ്റി along y axis 80 എന്ന് പറഞ്ഞാൽ h along the x axis നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ BH കർവ് കിട്ടും. BH കർവ് എന്ന് പറയുന്നത് BAT കർവ്. അത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. You choose a suitable scale for B and H and plot the BH curve പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ടൂത്ത് പോർഷൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ടൂത്ത് പോർഷൻ ടേപ്പേഡ് ടീത്ത്, ഇതതിൻ്റെ താഴെ റൂട്ടാണ്, കോറുമായിട്ട് ചേരുന്ന ഭാഗമാണ്, സ്ലോട്ടാണ്, അപ്പുറത്തും സ്ലോട്ടാണല്ലോ. ഇപ്പോൾ ടിപ്പിലാണ് മിനിമം വിഡ്ത്ത്. അപ്പോൾ അത് WT1, T2, T3 എന്നും പറഞ്ഞെടുക്കുന്നു. വിഡ്ത്ത് ഹിയർ ബി WT1, വിഡ്ത്ത് ഹിയർ ബി WT2 ആൻഡ് വിഡ്ത്ത് ഹിയർ ബി WT3 അങ്ങനെ എടുക്കുന്നു. അപ്പം ലെറ്റ് WT1, WT2 ആൻഡ് WT3 ബി ദ മാക്സിമം, മീൻ ആൻഡ് മിനിമം വിഡ്ത്ത്സ് ഓഫ് ടൂത്ത് റെസ്പെക്റ്റീവ്ലി. ആൻഡ് അപ്പം കറസ്പോണ്ടിങ് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് BT1, BT2 ആൻഡ് BT3 ബി ദ കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. അതായത് ഇവിടുത്തെ BT1, ഇവിടുത്തെ BT2, ഇവിടുത്തെ BT3 ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞെടുക്കുന്നു. പിന്നെ തന്നിരിക്കുന്നത് ഗിവൺ WT1 ഈക്വൽ ടു 1.4 WT3, അത് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. സച്ച് ദാറ്റ് ദ മാക്സിമം വിഡ്ത്ത് ഈസ് 1.4 ടൈംസ് ദ മിനിമം. അപ്പോൾ അതാണ് WT1. ആ റൂട്ടിലെ ഫ്ലക്സ് വിഡ്ത്ത് എന്ന് പറയുന്നത് ടിപ്പിലെ വിഡ്ത്തിൻ്റെ 1.4 ടൈംസ്. ഓൾസോ മീൻ എന്ന് പറയുന്നത് അപ്പോൾ അത് സെൻട്രൽ പോർഷൻ ആണല്ലോ WT2. അപ്പോൾ നമുക്ക് WT2 ഈക്വൽ ടു WT1 പ്ലസ് WT3 ഡിവൈഡഡ് ബൈ 2 ആവറേജ്. മാക്സ് ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് എനി സെക്ഷൻ ഓഫ് ദ ടൂത്ത് BT ഈക്വൽ ടു, ഏതെങ്കിലും ഒരു സെക്ഷനിലെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ ടൂത്ത്, ആ ടൂത്തിലെ ഫ്ലക്സ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദ സെക്ഷൻ ഓഫ് ടൂത്ത്. ഫ്ലക്സ് പെർ ടൂത്ത് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സെക്ഷൻ ഓഫ് ടൂത്തിൻ്റെ ആ സെക്ഷനിൽ ഏരിയ എന്ന് പറയുന്നത് നെറ്റ് അയൺ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഓഫ് ടൂത്ത്. അപ്പം therefore the flux density at any section of the tooth is inversely proportional to the tooth width. ഇവിടെ ഒരു ടൂത്തിൽ കൂടെ പോകുന്ന ഫ്ലക്സ് കോമൺ ആണ്. പിന്നെ ഈ പല സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സെക്ഷൻ, ഇത് ഒരു സെക്ഷൻ, ഇത് വേറൊരു സെക്ഷൻ, പല സെക്ഷൻ, ആ പല സെക്ഷനിലെയും നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ, ഡിവൈഡ് ബൈ നെറ്റ് അയൺ ലെങ്ത് ഇൻ ദ വിഡ്ത്ത് ഓഫ് ടൂത്ത്. അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇത് മാത്രമേ മാറുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് എനി സെക്ഷൻ ഓഫ് ദ ടൂത്ത് ഈസ് inversely proportional to the width of the tooth. The flux density at any section of the tooth is inversely proportional to the tooth width. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഇതിൽ നിന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാം. ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ടൂത്ത് വിഡ്ത്ത്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ വേറൊരു സംഗതി തന്നിരിക്കുന്നത് ദ മീൻ ഫ്ലക്സ് ഡെൻസിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മീൻ ഫ്ലക്സ് ഡെൻസിറ്റി estimate the MMF
required for a mean flux density of 1.9 വെബ് പെർ മീറ്റർ സ്ക്വയർ ഇൻ ദിസ് ടൂത്ത്. അപ്പോൾ ഈ ടൂത്തിലെ MMF ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ മീൻ ഫ്ലക്സ് ഡെൻസിറ്റി 1.9 mm² ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് സിംസൺസ് റൂൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഫ്ലക്സ് ഡെൻസിറ്റിയാണ് മീൻ ആയിട്ട് തന്നിരിക്കുന്നത്. മീൻ ഫ്ലക്സ് ഡെൻസിറ്റി ഇതാണ്. ആംബിയന്റ് ടേൺസ് മീനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം BT1 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു WT1 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് എനി സെക്ഷൻ ഓഫ് ദ ടൂത്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ടൂത്ത് വിഡ്ത്ത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ എക്സ്പ്രഷൻ എഴുതാം. ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് സെക്ഷൻ T1 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു WT1. ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് സെക്ഷൻ T2 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു WT2. ഈ റിലേഷൻ എഴുതാം. സോ BT1 by BT2 ഈസ് തിരിഞ്ഞു വരും WT2 ഡിവൈഡഡ് ബൈ WT1 or BT1 ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് T1 ഈസ് BT2 ഇൻറ്റു T2 by T1 WT2 by T1. അപ്പോൾ ഇവിടെ ഇത് രണ്ടും തന്നിട്ടുണ്ട്. WT2 അത് WT2 by, അപ്പോൾ നമുക്ക് BT1 ഈക്വൽ ടു 1.9 BT2 ഇൻറ്റു WT2 by WT1. WT2 തന്നിരിക്കുന്നത് എന്താണ്? And it has a taper such that the maximum width is 1.4 times the minimum. അപ്പം WT1 ഈക്വൽ ടു WT3 എന്ന് തന്നിട്ടുണ്ട്. WT1 ഈക്വൽ ടു 1.4 ടൈംസ് WT3. അപ്പോൾ ഇവിടെ WT2 the maximum width is 1.4 times the minimum is WT3. For WT3 so WT2 is 1.2 times so you get WT2 by WT1 is 1.2 by എന്താണ് നോക്കണം, ഇത് WT2 by WT1 1.2 by 1.4 എന്ന് എടുത്തിരിക്കുക. അതെങ്ങനെയാണ്? WT2 എന്ന് പറയുന്ന മീനാണ്, ആവറേജ് WT2. അതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടി അതിൻ്റെ പകുതി എടുക്കുന്നത്. അപ്പോൾ WT1 plus WT3 divided by 2. WT1 plus WT3 divided by 2. WT2 is equal to WT1 plus WT3 divided by 2. അപ്പം WT1 എന്ന് പറഞ്ഞാൽ 1.4 times WT3 plus WT3. അപ്പോൾ WT1 എന്ന് പറഞ്ഞാൽ 1.4 WT3 ഹിയർ ആദ്യത്തെ തന്നിരിക്കുന്ന ഡേറ്റ തന്നിരിക്കുന്ന പ്ലസ് അപ്പം WT2 സമം 1.2 WT3 എന്ന് കിട്ടും. WT2 സമം 1.2 WT2 സമം 1.2 WT3 പിന്നെ WT1 സമം 1.4 ടൈംസ് WT3. അപ്പോൾ നമുക്ക് WT2 by WT1 എന്ന് പറഞ്ഞാൽ 1.2 by 1.4 എന്ന് എടുക്കാം. അപ്പോൾ BT1 ഈക്വൽ ടു 1.63 വെബ് പെർ മീറ്റർ സ്ക്വയർ. ഇനി അഗെയിൻ BT3 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വിഡ്ത്ത്. അവിടുത്തെ വിഡ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ BT3 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഈ ടേക്ക് ദ റേഷ്യോ ഓഫ് ലൈക്ക് ദിസ് BT3 to BT2. BT3 to BT2 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വിഡ്ത്ത്. അപ്പം 2/3 എന്ന് വരും. WT2 by WT3. അപ്പോൾ അതിൽ നിന്ന് BT3 സമം BT2 ഇൻറ്റു
WT2 by WT3. WT2 by WT3. WT2 by WT3 is 1.2. WT2 is WT2 ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. WT2 സമം 1.2 W3. അപ്പോൾ ആ റേഷ്യോ എന്ന് പറയുന്നത് 1.2. അപ്പം WT3 എന്ന് പറയുന്നത് BT3 എന്ന് പറയുന്നത് you get 2.28 Weber per meter square. 2.28 Weber per meter square. അപ്പം BT1 എല്ലാത്തിൻ്റെ വാല്യൂസും കിട്ടി, മൂന്നിൻ്റെയും വാല്യൂസ് കിട്ടി. BT1, BT2, BT3 അതിൽ നിന്ന് അപ്പോൾ ഈ കറസ്പോണ്ടിങ് BT1 1.6 ആകുമ്പോൾ ഈ 1.6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1.6ന് കറസ്പോണ്ടിങ് ആയുള്ള 81 ഗ്രാഫിൽ നിന്ന് എടുക്കുക, ഫ്രം ഗ്രാഫ്. അപ്പോൾ എത്രയാണെന്ന് നോക്കുക. 4500 ഇത് ഇൻറ്റു 10⁻³ ആണ്. അപ്പോൾ 10,000 ഇത് ഓരോന്ന് 10,000, 20,000, 30,000 അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ 4,500 കിട്ടും. 82 BT2ന് കറസ്പോണ്ടിങ് ആയുള്ള MMF പെർ മീറ്റർ 1.9 ഫ്ലക്സ് ഡെൻസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് എത്ര വരുന്നു? 10നും 20നും ഇടയ്ക്ക് 17,000 എന്ന് വരും. 82. മൂന്നാമത്തെ BT3 2.28 Weber per meter square. 2.28. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലക്സ് ഡെൻസിറ്റി എടുക്കുമ്പോൾ ഏകദേശം എത്ര വരും? 100,050 എന്ന് വരും. 83 ഗ്രാഫിൽ നിന്നെടുക്കണം. 100,050 അല്ല, 100,500. So the 3 80s are obtained, 81, 82 and 83. അപ്പോൾ സിംപ്സൺസ് റൂൾ അനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 80 മീൻ 80 മീൻ MMF കണ്ടുപിടിക്കണം. അപ്പോൾ 81 + 4 82 + 83 by 6. ഇത് മൂന്നും കൂടി ഈ രീതിയിൽ വെയ്റ്റഡ്, മിഡിലിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, വെയ്റ്റഡ് ആവറേജാണ്. അല്ല ഇങ്ങനെ 81 + 4 82 + 83 / 6 28,833. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഈ ടൂത്തിൻ്റെ ഈ റൂട്ട് ഭാഗത്തെയും മിഡിൽ ഭാഗത്തെയും ടിപ്പ് ഭാഗത്തെയും ഫ്ലക്സ് ഡെൻസിറ്റീസ് BT1, BT2, BT3 കണ്ടുപിടിക്കുന്നു. എന്നിട്ട് തന്നിരിക്കുന്ന BH കർവിൽ നിന്ന് 81, 82, 83 കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് we found out the mean ampere turns per meter. Mean ampere turns per meter കണ്ടുപിടിക്കുന്നു. അത് 28,083. അപ്പോൾ ടോട്ടൽ MMF required for the teeth is 80 mean into length of the tooth. Length of the tooth 30 mm എന്നും തന്നിരുന്നുണ്ട്. അപ്പോൾ അതിനെ മീറ്റർ ആക്കും. മറ്റേത് ഇത് ആംബിയർ ടേൺസ് പെർ മീറ്റർ ആണല്ലോ. അപ്പോൾ ഇത് മീറ്റർ ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 30 × 10⁻³ അപ്പോൾ 865 ആംബിയർ ടേൺസ് എന്ന് കിട്ടും. 865 ആംബിയർ ടേൺസ്. അതിന് പകരം ആംബിയർ എന്ന് സിമ്പിളി എഴുതിയിരിക്കുകയാണ് MMF. സോ ദസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി MMF ഓഫ് ദ ടീത്ത്. അപ്പോൾ MMF ഓഫ് ദ ടീത്ത് കണ്ടുപിടിക്കാൻ, ടീത്തിൽ MMF കണ്ടുപിടിക്കാൻ, ഐ മീൻ ടൂത്തിൽ MMF കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം ഇതാണ്. ദിസ് ഇസ് ആൻ അപ്രോക്സിമേറ്റ് മെത്തേഡ്. അപ്പം ദിസ് ആൻ ഇല്ലസ്ട്രേറ്റീവ് പ്രോബ്ലം ഓൺ ദിസ്. ഓക്കെ, വിത്ത് ദിസ് മോഡ്യൂൾ 1 ഈസ് ഓവർ. മോഡ്യൂൾ 1 അങ്ങനെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് മോഡ്യൂൾ 3 പോകേണ്ടത്. ഓക്കെ.